നമ്മൾ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലോട്ടാണ്. വലിയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട, എങ്കിൽ തന്നെ ടെക്സ്റ്റിലുള്ളതുകൊണ്ട് നമ്മളതെല്ലാം പറഞ്ഞു പോയാണ്. ഓക്കെ, അതിനകത്ത് വരുന്ന ഒരു സാധനമാണ് ക്വാണ്ടം തിയറി. ക്വാണ്ടം തിയറി, ക്വാണ്ടം തിയറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്വാണ്ടം തിയറി, ക്വാണ്ടം തിയറി സജസ്റ്റ് ചെയ്താരാ? മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്ക്, മാക്സ് പ്ലാങ്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ക്വാണ്ടം തിയറി പറയുന്നത്, ഇപ്പൊ എന്റെ ബോഡിയിലോട്ട് ലൈറ്റ് വീഴുന്നു, ലൈറ്റ് ഒരു റേഡിയേഷൻ അല്ലേ? അപ്പൊ റേഡിയേഷൻ ചില സ്ഥലത്ത് റേഡിയേഷൻ അബ്സോർബ് ചെയ്യപ്പെടും, ചില സ്ഥലത്ത് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അപ്പോൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് എനർജി പാക്കറ്റുകളുടെ ഫോമിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിന്റെ ഫോമിൽ എന്നാണ്? എനർജി പാക്കറ്റുകളുടെ ഫോമിൽ, എനർജി പാക്കറ്റ്സ്. ഈ എനർജി പാക്കറ്റ്സിന് അദ്ദേഹം ഇട്ട ഒരു പേരാണ് ഈ കിടക്കുന്നത്. എന്താണ്? ക്വാണ്ട. ക്വാണ്ട പ്ലൂറലാണ്, ക്വാണ്ട സിംഗുലർ ക്വാണ്ടം. ഇനി ലൈറ്റിനകത്തുള്ള ഈ ക്വാണ്ടയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺസ്. ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ക്വാണ്ടം തിയറി വാസ് സജസ്റ്റഡ് ബൈ മാക്സ് പ്ലാങ്ക്. അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി, radiation is emitted or absorbed in the form of what? Energy packets known by the name quanta. Then quanta singular or plural? Quanta is plural, singular quantum. Then the energy packets in light can be called as photons. Once again, quantum theory was suggested by dash Max Planck. According to quantum theory, radiation is emitted or absorbed in the form of dash energy packets. We call these energy packets as dash and that quanta. Then energy packets in light are known by the name photons. Next, elementary particles. You know about elementary particles. Elementary particles. ഈ എലിമെന്ററി പാർട്ടിക്കിൾസിനെല്ലാം സ്പിൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? എലിമെന്ററി പാർട്ടിക്കിൾസിനെല്ലാം എന്തുണ്ട്? സ്പിൻ ഉണ്ട്. സ്പിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റത്തിനെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള എന്നുള്ള മീനിങ്. അപ്പൊ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കറങ്ങുന്ന സാധനത്തിന്. ഇപ്പൊ എന്താണ്? സൈക്കിളിന്റെ ടയർ, സൈക്കിളിൽ ഒരു തന്നെ ലിഫ്റ്റ് കിട്ടി, അവൻ ബാക്കിലിരിക്കുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവനൊരു ഡൗട്ട്, സൈക്കിളിന്റെ ടയർ കറങ്ങുന്നു എന്നൊരു സംശയം. കൈ വിരൽ അതിന്റെ ഇടയ്ക്ക് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി കറങ്ങുന്നുണ്ടെന്ന്. അപ്പൊ അവന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയത് ഊക്കാണ്. എന്ത് ഊക്കാണ്? കറങ്ങുന്ന സാധനത്തിന്റെ ഊക്കാണ്. കറങ്ങുന്ന സാധനത്തിന്റെ ഊക്കിനെ പറയുന്ന പേരാണ് ആംഗുലാർ മൊമെന്റ്. എന്താ പറയുക? ആംഗുലാർ മൊമെന്റ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കെമിസ്ട്രി പഠിക്കാനുണ്ട്, അപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പോൾ സ്പിൻ ഇൻഡിക്കേറ്റ്സ് ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റം. ഇനി പാർട്ടിക്കിൾസ് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താണ്? ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ ഹാഫ് ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസും ഉണ്ട്, ഹാഫ് ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസും ഉണ്ട്. ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ബോസോൺസ്. എന്താ പേര്? ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിളിന്റെ പേര് ബോസോൺസ്. ഇനി അടുത്ത ഹാഫ് ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഫെർമിയോൺസ്. എന്താണ് പേര്? ഫെർമിയോൺസ്. ഇനി ഈ ബോസോൺസിന് എക്സാമ്പിൾ ഞാൻ പറയാം. ബോസോൺസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹിഗ്സ് ബോസോൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിഗ്സ് ബോസോൺ. അപ്പോ ഹിഗ്സ് ബോസോൺ ഇതൊരു ഇമ്പോർട്ടന്റ് പേരാണ്. ഡിവൈൻ പാർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ റീസെന്റ് കണ്ടുപിടിച്ച ഒരു സാധനമാണ്. അപ്പൊ ഹിഗ്സ് ബോസോൺ എന്തിന് എക്സാമ്പിൾ ആണ്? ബോസോണിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി നമ്മുടെ ഫോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോൺ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ബോസോണിന് വേറൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഫോട്ടോൺ, ഹിഗ്സ് ബോസോൺ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസിന് എക്സാമ്പിൾ ആണ്. ഹാഫ് ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഫെർമിയോൺസ്. അപ്പൊ ഈ ഫെർമിയോൺസിനകത്ത് നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ വരും. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഒക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഫെർമിയോൺസ് ആണ്. ഇനി ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ സ്പിൻ എന്ന് പറയുന്നത് 0യോ 1ഓ 2ഓ 3ഓ ഒക്കെ ആയിരിക്കും. ഹാഫ് ഇൻഡിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസിന്റെ സ്പിൻ എന്ന് പറയുന്നത് ഹാഫോ 3/2ഓ പിന്നെ 5/2ഓ 7/2 ഒക്കെ ആയിരിക്കും.
ബുദ്ധിമുട്ടുണ്ടോ? അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. സി, എലിമെന്ററി പാർട്ടിക്കിൾസ് possess spin. Elementary particles possess spin. Spin indicates intrinsic angular momentum. Spin indicates intrinsic angular momentum. Then particles with integer spins are known by the name bosons. Particles with integer spins are known by the name bosons. Example, Higgs boson, photons, etc. Then they possess spin values 0, 1, 2, etc. Then particles with half integer spins are known by the name fermions. Example, proton, neutron, electron, etc. Then they have spin value half, 3 by 2, then 5 by 2, 7 by 2, etc. Once again, tell me about elementary particles. Elementary particles possess spin. Spin means what? Intrinsic angular momentum, inborn angular momentum. Then particles with integer spins are known by the name bosons. Give example, Higgs boson, photon, etc. Then these particles possess spin values 0, 1, 2, 3, etc. Then particles with half integer spins are known as fermions. Example, proton, neutron, electron, etc. They possess spin values half, 3 by 2, 5 by 2, etc. Okay. Then from the beginning I will ask you, അപ്പോൾ ഒന്നുകൂടെ എല്ലാം പറയണം. Quantum theory was suggested by Max Planck. According to quantum theory, radiation is emitted or absorbed in the form of dash. എന്താണ്? Quanta. Then actually these are energy packets. Then quanta present in light are known by the name photons. Then elementary particles possess spin. Spin indicates inborn angular momentum, intrinsic angular momentum. You say this word. So intrinsic angular momentum. Particles with integer spins are known by the name bosons. They possess spin value 0, 1, 2, etc. Then example, Higgs boson, then photon, etc. Then particles with half integer spins are known as fermions. Example, proton, neutron, electron, quark, etc. Then what are their spin values? Half, 3 by 2, 5 by 2, 7 by 2, etc. Okay, clear? Next, you see, boson. നമ്മളിപ്പോൾ കണ്ടില്ലേ, ഒരു പാർട്ടിക്കിളിന്റെ പേരാണ് ബോസോൺ. അവിടെ ഒരു പേരുണ്ട്, ഹിഗ്സ് ബോസോൺ. ഇതിനകത്തൊക്കെ വരുന്ന ബോസോണിനകത്ത് വരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സത്യേന്ദ്രനാഥ ബോസ്. എന്താണ് പേര്? സത്യേന്ദ്രനാഥ് ബോസ്. ഹി ഈസ് ആൻ ഇന്ത്യൻ. ഈ ബോസ് ആണ് ആ ബോസ്. അപ്പൊ മറക്കരുത്, ഈ ബോസ് ആണ് ആ ബോസ്. അപ്പോൾ സത്യേന്ദ്രനാഥ ബോസിലെ ബോസ് ആണ് ഇവിടെ വരുന്നത്. അദ്ദേഹത്തിന് ഒരു ബഹുമാനം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പേര് അങ്ങനെ ഇട്ടത്. അപ്പോൾ ഓർത്ത് വയ്ക്കണം, ബോസോൺസ് ആർ നോൺ ബൈ ദ സയന്റിസ്റ്റ് നെയിം സത്യേന്ദ്രനാഥ ബോസ്. ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ സത്യേന്ദ്രനാഥ ബോസ് സ്റ്റഡീഡ് അബൌട്ട് പാർട്ടിക്കിൾസ് ഹാവിംഗ് integer spins. Satyendranath Bose studied about particles having integer spins. So these particles are known by the name bosons. Satyendranath Bose studied about particles having integer spins. So the particles are known by the name what? Bosons. Then he wrote to Mr. Einstein, say, Mr. Bro, I have found such and such. Say, അപ്പോൾ ബോസിനെ ആര് തിരിച്ചു വിളിച്ചു? ഐൻസ്റ്റീൻ തിരിച്ചു വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? അളി എങ്ങനെ ഉണ്ട് സംഭവം, നീ കണ്ടുപിടിച്ചോ? അപ്പോൾ ബാക്കി ഞാനും കൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ എന്താണ്, അവർ കമ്പൈൻഡ് ആയിട്ടൊരു സ്റ്റഡി നടത്തി. അതാണ് പിന്നീട് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിക്കാൻ ഇടയായത്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. എന്താണ്? ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. മാറ്ററിന്റെ ഫിഫ്ത്ത് സ്റ്റേറ്റ് ആണ് ഏത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പൊ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങളെ അൾട്രാ കൂൾ കണ്ടീഷനിൽ നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അബ്സല്യൂട്ട് സീറോയോളം ലോ ടെമ്പറേച്ചറിൽ ചില സാധനങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ അത് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഓർത്ത് വയ്ക്കുക, വാട്ട് ഈസ് ദ ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്.
അപ്പോൾ ഇതിനകത്ത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ഈ അവസ്ഥയിൽ ഒരുപാട് ബൊസോൺസിനെ കണ്ടുപിടിക്കാം. ഒരുപാട് ബൊസോൺസ് ഉണ്ടാവും ഈ സ്റ്റേറ്റിൽ. ലോവസ്റ്റ് ക്വാണ്ടം സ്റ്റേറ്റിലുള്ള, ഓർത്ത് വയ്ക്കുക, ലോവസ്റ്റ് ക്വാണ്ടം സ്റ്റേറ്റിലുള്ള, ഇതെല്ലാം നമുക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്, അപ്പം ഞാൻ ഡെപ്തിൽ പറയുന്നില്ല. അപ്പം ലോവസ്റ്റ് ക്വാണ്ടം സ്റ്റേറ്റിലുള്ള എന്തിനെ കണ്ട ബൊസോൺസ് ഒരുപാട് ഉള്ള ഒരു സ്റ്റേറ്റാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ ഇത്രയാണ് ആ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് ഇത്തിരി ബുദ്ധിമുട്ടായി എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്താൽ എനിക്ക് ഒരു ഹാപ്പിനെസ് തോന്നുമായിരുന്നു. അപ്പോൾ ഒന്ന് പറയാം. ക്വാണ്ടം തിയറി സജസ്റ്റഡ് ബൈ മാക്സ് പ്ലാങ്ക്. Then, according to quantum theory, energy packets present in light or radiation, quanta. Then, energy packet in light, photon. Then, elementary particles possess spin. Spin means intrinsic angular momentum. Then, particles with integer spin are known by the name bosons. Example, Higgs boson. Then, photon, etc. Then what are their spin values? 0, 1, 2, 3, etc. Then particles with half integer spin are known by the name fermions. Example, proton, neutron, electron, etc. Then what are their spin values? Half, 3/2, 5/2, etc. Then next about Satyendranatha Bose. He studied about particles having integer spins. Then he wrote to Mr. Einstein showing his inventions, and together they worked, and it led to the discovery of a new state of matter called Bose-Einstein condensate. So name the fifth state of matter, Bose-Einstein condensate. Then in Bose-Einstein condensate, so many bosons with the lowest quantum state are available. In Bose-Einstein condensate, so many bosons with the lowest quantum state are available. ഇനിയും ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതാണ്ട് നമ്മുടെ ക്വാണ്ടം തിയറിക്ക് ഒരു ന്യൂ ഡെറിവേഷൻ, പുതിയൊരു ഡെറിവേഷൻ അദ്ദേഹം കണ്ടുപിടിച്ചു. ഇനി എന്താണ് അദ്ദേഹം ഫോട്ടോൺ ഗ്യാസ് എന്നാണ് റേഡിയേഷനെ വിളിച്ചത്. എന്താണ്? ഫോട്ടോൺ ഗ്യാസ് എന്നാണ് റേഡിയേഷൻ അദ്ദേഹം വിളിച്ചത്. ഇനി ഫോട്ടോൺസിനെ കൗണ്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡും അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ ആള് പുലിയാണ്. ഇപ്പോൾ സത്യേന്ദ്രനാഥ ബോസിന്റെ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ട്. ഹി സ്റ്റഡീഡ് അബൌട്ട് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഇന്റിജർ സ്പിൻ. Then he gave us a new derivation to quantum theory. Then he considered radiation as a gas. We call that as photon gas. Then he found a method to count photons. Photonsനെ കൗണ്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡും കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ലാസ്റ്റ് സാധനം മാത്രം പറയൂ. What are the contributions of Mr. Satyendranath Bose? So he studied about particles having integer spin. Then he gave a new derivation to Max Planck's quantum theory. He considered radiation as a gas called photon gas. He found a new statistical method to count photons.